നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വൺ മോർ ഇയർ കാസമിറോ ഓൾഡ് ട്രാഫോർഡിൽ ഒന്നടങ്കം ചാൻറ്റ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരു കളിയിലും നമ്മൾ കണ്ടു. ഇത് ആവർത്തിക്കുകയാണ്. കാസമിറോ, നിങ്ങൾ പോവരുത്, ഒരു വർഷം കൂടി കളിക്കണം എന്ന് ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. മാത്യൂസ് കുഞ്ഞ കളി കഴിഞ്ഞിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിക്കുന്നു, വൺ മോർ ഇയർ കാസമിറോ. യെസ്, കാസമിറോ പൊളിച്ചടുക്കി. അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡിനെ 2-1 പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരികെ എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ്. ഓൾമോസ്റ്റ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിജയം കൂടി മതിയാകും ഓൾമോസ്റ്റ് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ. ഇപ്പോൾ 3-ാം സ്ഥാനത്തുണ്ട് പ്രീമിയർ ലീഗിൽ. ബ്രെൻഫോർഡിനെ 2-1 തോൽപ്പിച്ചതോടുകൂടി 34 കളി, 17 വിജയങ്ങൾ, 7 തോൽവികൾ, 10 സമനിലകളായിട്ട് 61 പോയിന്റോടെ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ ഇതാ 3-ാം സ്ഥാനത്ത്. യെസ്, യുണൈറ്റഡ് പതിയെ പ്രതാപകാലത്തേക്ക് തിരിച്ചു നടക്കുന്നു എന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. മൈക്കൽ കാരിക്ക് അടുത്ത സീസണിൽ കോച്ചായി തുടരുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഈ സീസണിൽ ഇപ്പോൾ കാരിക്കിന് ഓൾറെഡി റൂബൻ അമോറിമിനേക്കാൾ വിജയത്തിൻ്റെ കണക്കായി എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും മത്സരത്തിൽ കാസമിറോയും സെസ്കോയുമാണ് യുണൈറ്റഡിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. യെൻസനാണ് ബ്രെൻഫോർഡിൻ്റെ ഗോൾ നേടിയത്. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സെസ്കോയും ബ്രൂണോ ഫെർണാണ്ടസും എംബൂമോയും ഡിയാലോയും ഒക്കെയായിരുന്നു ആദ്യ 11-ൽ ഉണ്ടായിരുന്നത്. കളിയുടെ 11-ാമത്തെ മിനിറ്റിൽ കാസമിറോയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുത്തതാണ്. തുടർന്ന് 44-ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റിൽ നിന്ന് സെസ്കോ കൂടി ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ ലീഡുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കളം വിട്ടു. 2-ാം പകുതിയിൽ 1 ഗോള് കളിയുടെ അവസാന ഘട്ടത്തിൽ മാത്യൂസ് യെൻസനിലൂടെ മടക്കിയടിച്ചു ബ്രെൻഫോർഡെങ്കിലും യുണൈറ്റഡ് വിജയം കൈവിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.